ഈ കാണുന്ന ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എപ്പോഴും ഒരേപോലെയുള്ള ബിരിയാണി ഉണ്ടാക്കിയും കഴിച്ചും ഒന്ന് മാറ്റി പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് തന്നെ ആവശ്യത്തിനുള്ള സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് സുർക്കയൊക്കെ ഒഴിച്ച് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കലാണ്. നമ്മൾ അരിഞ്ഞ് വെച്ച ഏകദേശം 1/4 ഉള്ളിയും ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബിരിയാണി പോട്ട് വെച്ചിട്ട് ചിക്കൻ ഒന്ന് പൊരിക്കാൻ വെക്കുക. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറിൻ്റെ പണി നോക്കാം. അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകി കുക്കർ വെച്ച് ഓയിലും നെയ്യും ഇട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി കൂടെ ഇട്ട് അരി നന്നായിട്ടൊന്ന് ചൂടാവണം. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ബിരിയാണി മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നാരങ്ങാനീരും ഒഴിച്ച് കുക്കറൊന്ന് മൂടി വെച്ച് ഒറ്റ വിസിലടുപ്പിക്കും. നമ്മുടെ നെയ്ച്ചോറ് റെഡിയാണ്. ആ ടൈം കൊണ്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ആ സെയിം പാനിൽ തന്നെ നമുക്ക് ഉള്ളി വാട്ടാൻ വെക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ബാക്കി ഉള്ളിയാണ് അതിലേക്ക് ഇട്ടത്. അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടു. തക്കാളി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ടു. അതും ഒന്ന് മിക്സാക്കി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പൊരിച്ച ഉള്ളി കൂടെ ഇട്ട് ഇലകളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പൊടികളായിട്ട് നമ്മൾ ആകെ ചേർക്കുന്നത് ബിരിയാണി മസാലയും ഉപ്പും മാത്രമാണ്. അങ്ങനെ ബിരിയാണി മസാലയും ഉപ്പും ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ച ചിക്കനും കൂടെ ഇട്ട് കുറച്ച് തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡിയായി. ഇതൊന്ന് സെറ്റായിട്ട് വരണം. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ദമ്മിടാം. ദമ്മിടുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ ആ ചിക്കൻ്റെ മസാലയും ബാക്കി റൈസും ഇട്ട് നമ്മൾ പൊരിച്ച് വെച്ച മുന്തിരിയും പിന്നെ ഉള്ളിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ